ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ സ്റ്റാക്ക് എന്ന മെക്കാനിസം നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അതായത് ഒടുവിൽ വന്നത് ആദ്യം ഡിലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ ഒരു അറയിലോട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അതിൽ ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്തായിരിക്കും ആദ്യം ഡിലീറ്റ്. നമ്മളൊരു ഡിലീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ ആദ്യം ഡിലീറ്റ് ആകുന്നത് ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്തായിരിക്കും. ആദ്യം ആഡ് ചെയ്ത് ഏറ്റവും ഒടുവിലേ ഡിലീറ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ വഴി നോക്കാം. നമുക്കതിനായിട്ട് നമുക്കൊരു കാർസ് എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു കാർസ്. സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് ജാവാസ്ക്രിപ്റ്റിൽ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തോട്ട് 1-2 കാറിൻ്റെ പേര് ആഡ് ചെയ്യുന്നു. സുസുക്കി, ടാറ്റ, ഫോർഡ്. 3 കാറുകൾ ഞാനിപ്പോൾ അറയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരെണ്ണം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആ അറയിലോട്ട് ഒരെണ്ണം പുതിയൊരു എലിമെൻ്റ് കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പുഷ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. cars.push. അതിനുശേഷം ബ്രാക്കറ്റിൽ ഞാൻ ആ പുതിയ ഒരു കാറിൻ്റെ ടൊയോട്ട ഞാൻ ആഡ് ചെയ്യുന്നു. സോ ഇപ്പം ടൊയോട്ട ആഡായി. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താണ് ടൊയോട്ട എവിടെ ആഡായെന്ന് നമുക്ക് കാണണമല്ലോ. .write cars. ഒരു ബ്രേക്ക് കൂടെ കൊടുത്തേക്കാം, കാരണം അല്ലെങ്കിൽ നമുക്ക് അടുത്ത് വരുമ്പോൾ ചേർന്ന് വരും. ഇത് സേവ് ചെയ്യുക. എന്നിട്ട് താഴെ ബ്രൗസറിൽ ആ ഫയൽ തന്നെ, ഇപ്പോൾ ഞാനിവിടെ fn.stack എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫയൽ തന്നെ ബ്രൗസ് ചെയ്യുക. ബ്രൗസറിൽ സേവ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ കാണാം ഫോർഡിന് ശേഷമാണ് ടൊയോട്ട ആഡ് ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ലാസ്റ്റായിട്ടാണ് ഇന്നായിരിക്കുന്നത്. ഇനി നമുക്കത് ഫസ്റ്റായിട്ട് ഔട്ട് ആവുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് 1-2 കാർ കമ്പനികൾ ഒരെണ്ണം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടൊയോട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സുസുക്കി, ഫോർഡ്, ടൊയോട്ട, ഇനി നമുക്ക് മഹീന്ദ്ര കൂടെ ആഡ് ചെയ്യാം. സോ മഹീന്ദ്ര ആഡ് ചെയ്തു. റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ മഹീന്ദ്രയും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ പോപ്പാണ്. വെറുതെ കോൾ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ document.write ഒന്ന് താഴോട്ടൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. then സേവ് ചെയ്തിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏതാണ് നഷ്ടപ്പെടുന്നത് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാം മഹീന്ദ്ര എന്നുള്ളതാണ് നഷ്ടമായിട്ടിരിക്കുന്നത്. കാരണം അതാണ് ലാസ്റ്റ് വന്നത്. അത് ഫസ്റ്റ് ഔട്ടായി. ദാറ്റ് ഈസ് ലിഫോ എന്ന് പറയും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സോ ആ മെക്കാനിസമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കിട്ടും. ഇപ്പോൾ നമുക്ക് കാണാം ഓരോന്നോരോന്നായിട്ട്. ഇപ്പോൾ 3 പോപ്പ് കൊടുത്തപ്പോൾ കാണാം ഇപ്പം മഹീന്ദ്ര ഔട്ടായി, ദെൻ ടൊയോട്ട ഔട്ടായി, ദെൻ ഫോർഡ് ഔട്ടായി. ഇപ്പോൾ നമുക്ക് സുസുക്കിയും ടാറ്റയും മാത്രമാണ് ലിസ്റ്റിലുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.